ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് യാത്രയയപ്പ്. രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ന് ചുമതലയേക്കും. സ്ഥലം മാറിപ്പോകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജ്ഭവനിൽ ഇന്ന് യാത്രയയപ്പ്. രാജ്ഭവൻ ജീവനക്കാരാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകുന്നത്. പുതിയ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ന് ചുമതലയേക്കും. പുതുവത്സര ദിനത്തിൽ ആർലേക്കർ കേരളത്തിലെത്തും. ഇതേ ദിവസം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിൽ നിന്ന് ബീഹാറിലേക്ക് തിരിക്കും. ജനുവരി 2-ന് തന്നെയാകും ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൽ ചുമതല ഏറ്റെടുക്കുക. ബീഹാർ ഗവർണർ പദവിയിൽ നിന്നാണ് 70-കാരനായ ആർലേക്കർ കേരളത്തിന്റെ ഗവർണറായി എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും BJP കേന്ദ്ര നേതൃത്വവുമായും അടുത്ത ബന്ധമുള്ള ആർലേക്കർ കറകളഞ്ഞ RSSകാരനാണ്. സംഗീതാസ്വാദകനായ ആർലേക്കർ സൗമ്യമായ വ്യക്തിത്വത്തിനുടമയാണ്. ഗോവയിൽ സ്പീക്കർ, മന്ത്രി എന്നീ നിലകളിൽ തിളങ്ങിയിരുന്നു. ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ പട്ടികജാതി മറ്റ് പിന്നോക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, BJP ഗോവ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി 5 വർഷം കഴിഞ്ഞിരുന്നു. 2024 സെപ്റ്റംബർ 5-നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവനിൽ 5 കൊല്ലം പൂർത്തിയാക്കിയത്. സംഭവബഹുലമായ 5 വർഷത്തിന് ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത്. അതേസമയം സർക്കാർ യാത്രയയപ്പ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഞായറാഴ്ച ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചി വഴിയാണ് മടക്കം. കേരളത്തിലെ ഗവർണർമാരിൽ സർക്കാരുമായി ഇത്രയധികം കൊമ്പുകോർത്ത മറ്റൊരാളില്ലെന്ന് തന്നെ പറയാം. ഇടത് സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ നിരവധി അവസരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയാണ് ആരിഫ് മുഹമ്മദ് ഖാന് തുണയായിരുന്നത്. പകരക്കാരനായി വരുന്ന ആർലേക്കറും കേന്ദ്ര സർക്കാരിന്റെയും മോദിയുടെയും അടുത്ത ആളാന്നിരിക്കെ പിണറായി സർക്കാരിന് തലവേദനകൾ ഒഴിയുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല.